ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് മാർച്ച് 4-ന് കൊടിയേറും. ഉത്സവത്തിന് മുന്നോടിയായി 4 ദിവസങ്ങളിലായുള്ള ദ്രവ്യകലശ ചടങ്ങുകൾ ശനിയാഴ്ച ആരംഭിച്ചു. വരും ദിവസങ്ങളിൽ വൈകിട്ട് 6:30 മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. മാർച്ച് 4-ന് വൈകിട്ട് 5-ന് ദേവസ്വത്തിന്റെ വാദ്യകലാക്ഷേത്രത്തിൽ സോപാന സംഗീതം നടക്കും. രാത്രി 7-ന് തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി തെക്കുംപറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലും ഉത്സവ കൊടിയേറ്റം നടക്കും. 5-ാം തീയതി സംഗീത ചാക്യാരുടെ ചാക്യാർകൂത്തും 6-ാം തീയതി നാദതാള വിസ്മയവും അരങ്ങേറും. 7-ാം തീയതി രാവിലെ 9:30-ന് സമാദരണ സദസ് നടക്കും. ചടങ്ങിൽ വെച്ച് ഈ വർഷത്തെ ശ്രീധർമ്മശാസ്ത്ര പുരസ്കാരം കുറുങ്കുഴൽ കലാകാരൻ ചേലക്കര ഗിരിജന് സമ്മാനിക്കും. കൂടാതെ ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ സ്മാരക എൻഡോമെന്റ് മദ്ദള കലാകാരൻ കോങ്ങാട് സുകുമാരനും പൂക്കാട്ടിരി രാമപൊതുവാൾ സ്മാരക എൻഡോമെന്റ് വാദ്യകലാകാരൻ ചെറുതാഴം കുഞ്ഞിരാമ മാരാർക്കും നൽകും. തന്ത്രി അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാട് സ്മാരക എൻഡോമെന്റും വിതരണം ചെയ്യും. പിന്നീട് ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ സ്മാരക ട്രസ്റ്റിന്റെ ഒരു എൻഡോമെന്റ് പ്രശസ്ത മദ്ദള കലാകാരൻ കോങ്ങാട് സുകുമാരന്, പൂക്കാട്ടിരി രാമപൊതുവാൾ സ്മാരക ട്രസ്റ്റിന്റെ എൻഡോമെന്റ് ചെറുതാഴം കുഞ്ഞിരാമമാരാർക്ക് 4 അവാർഡുകളും അതോടുകൂടി കമ്മിറ്റി ഒരു 3-4 വർഷമായിട്ട് നമ്മുടെ ഈ മുനിസിപ്പൽ ഏരിയ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ 7 ദേശമാണ്. മുനിസിപ്പൽ ഏരിയയിൽ പുറത്ത് നെല്ലായും കൂടി ഉണ്ട്. ഈ 7 ദേശത്തിൽപ്പെട്ട ഡയാലിസിസ് അല്ലെങ്കിൽ അങ്ങനത്തെ മേജർ അസുഖമുള്ള ഒരാൾക്ക് നമ്മൾ ചികിത്സാ സഹായം നൽകുന്നുണ്ട്. അതും ഈ ദിവസം അതൊരു 10,000 രൂപ ഈ ഉത്സവത്തോടനുബന്ധിച്ച് അതൊരു ഡയാലിസിസ് പേഷ്യന്റിനെയാണ് കണ്ടെത്തിയത്. പന്നിയൂർച്ചയുള്ളത് ഇപ്പോൾ 5-ാമത്തെ വർഷമായി. 8-ാം തീയതി രാവിലെ 9-ന് മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ഡപാണി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. അന്നു രാത്രി 10 മുതൽ PSV നാട്യസംഘം അവതരിപ്പിക്കുന്ന കർണശപഥം, ദുര്യോധനവധം കഥകളിയും ഉണ്ടാകും. 11-ാം തീയതിയാണ് 8-ാം വിളക്ക് ആഘോഷിക്കുന്നത്. അന്നു രാവിലെ മഞ്ചേരി ഹരിദാസിന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും വൈകിട്ട് ചെർപ്പുളശ്ശേരി ശിവൻ, ചോറ്റാനിക്കര വിജയന്മാരാർ എന്നിവർ നയിക്കുന്ന പഞ്ചവാദ്യവും നടക്കും. രാത്രിയിൽ ശുഗപുരം ദിലീപ്, പോരൂർ ഉണ്ണികൃഷ്ണൻ, മട്ടന്നൂർ ശ്രീരാജ് എന്നിവർ നയിക്കുന്ന തായമ്പകകളും അരങ്ങേറും. 12-ന് പള്ളിവേട്ടയും 13-ന് ആറാട്ടും നടക്കും. ഉത്സവ ദിനങ്ങളിൽ പ്രസാദൂട്ടും 3-ാം വിളക്ക് മുതൽ 8-ാം വിളക്ക് വരെ ഉത്സവ ബലിയും ഉണ്ടാകുമെന്ന് ആഘോഷ കമ്മിറ്റി അറിയിച്ചു. ബാക്കി ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ക്ഷേത്രത്തിനകത്തെ ചടങ്ങുകൾക്ക് പ്രാമുഖ്യം നൽകുന്ന ക്ഷേത്രമാണ് അയ്യപ്പൻകാവ്. അതുകൊണ്ട് പുറത്ത് അത്യാവശ്യം കലാപരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ക്ഷേത്രത്തിനകത്തുള്ള പൂജാതി കർമ്മങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. 10 ദിവസവും കലാപരിപാടികളുണ്ട്. കൂടാതെ ഉച്ചയ്ക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദൂട്ട്, 8-ാം വിളക്ക് ദിവസം കഞ്ഞിസദ്യ, അത് രാവിലെ 4 മണി മുതൽക്ക് ദേശപ്പകർച്ച, അതിനുശേഷം 10 മണി മുതൽക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും കഞ്ഞിസദ്യയും ഏകദേശം ഒരു 20,000 ആൾക്കുള്ള കഞ്ഞിയും പുഴുക്കുമാണ് റെഡിയാക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളെയും എല്ലാ സജ്ജനങ്ങളെയും ഈ ഉത്സവാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും 10 ദിവസമുള്ള ഉത്സവാഘോഷത്തിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കൊടിയേറ്റം ദിവസമായ 4-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രത്തിന് കീഴിലുള്ള വാദ്യകലാക്ഷേത്രത്തിൽ അഭ്യസിച്ച പ്രഥമ ബാച്ചിന്റെ അഷ്ടപതി ഇടയ്ക്ക അരങ്ങേറ്റം. നമ്മൾ 4 മാസം മുമ്പ് ഈ കലാക്ഷേത്ര ഉദ്ഘാടനം എല്ലാവരും ഒന്ന് വന്നിരുന്നു. അതിൽ അഭ്യസിച്ച ആദ്യത്തെ ബാച്ചാണ്. വൈകിട്ട് 5 മണിക്ക് ആദ്യത്തെ ബാച്ചിന് അരങ്ങേറ്റം. CCN ചെർപ്പുളശ്ശേരി.